ചിക്കൻ പക്കോട അങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. നല്ല ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്ത് നല്ല ഫൈനായിട്ട് ജൂലിനായി കട്ട് ചെയ്താണ് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സ്ലൈസ് ചെയ്ത ഓനിയൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കറിവേപ്പിലയും നടുവേ കയറി 2-3 പച്ചമുളകും ജൂലിനായി കട്ട് ചെയ്ത ജിഞ്ചറും ആവശ്യത്തിന് ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കായപ്പൊടിയും കൂടി ചേർത്ത് അതിലേക്ക് കോൺഫ്ലവറും അതുപോലെ തന്നെ കടലമാവ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്യും. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ ആ ചിക്കനിലെയും ഒനിയൻ്റെ വെള്ളം മാത്രം ഇറങ്ങി മിക്സ് ചെയ്ത് കൊടുക്കുക. ഓയിൽ ഹീറ്റാക്കി കഴിയുമ്പോൾ ചിക്കൻ പക്കോട ഓരോന്നോരോന്ന് ഇതിൽ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം 2 സൈഡും അപ്പുറം ഇപ്പുറത്ത് മറിച്ച് ഇട്ട് കൊടുക്കുക. നല്ല രീതി ഒന്ന് കുക്കാകുന്ന രീതി. അതിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ല ഗോൾഡൻ കളറി നല്ല ക്രിസ്പി ആകുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മുടെ ചിക്കൻ പക്കോട റെഡിയാണ്. അടിപൊളി ഒരു സ്നാക്കാണ്. വൈകുന്നേരം ചായയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ റെസിപ്പികൾക്കായി പേജ് ഫോളോ ചെയ്ത് നോക്കുക. നമസ്കാരം. സിമ്പിളായിട്ട് എങ്ങനെ കോളിഫ്ലവർ പക്കോട ഉണ്ടാക്കുന്നത് നോക്കാം. കോളിഫ്ലവർ കഴുകി വൃത്തിയാക്കിയ ശേഷം പൊട്ടിപ്പൊടിയായിട്ട് ഇതുപോലെ അരിഞ്ഞു വെക്കുകയാണ്. അതിനുശേഷം ഇതിന് മാരിനേഷന് വേണ്ടി ഷ്രെഡ് ചെയ്ത കറിവേപ്പില, അതുപോലെ പെരിഞ്ജീരകം, സാദാ ജീരകം, ചില്ലി ഫ്ലെക്സ്, കാശ്മീരി ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, ഉപ്പ്, 1 പിടി കടലമാവ്, 1 പിടി കോൺഫ്ലവർ എല്ലാം കൂടെ ചേർത്ത് നല്ല രീതി ഇളക്കി മിക്സ് ചെയ്യുക. ബാറ്റർ ഈ ഒരു ടെക്സ്ചർ ആകുന്ന രീതി നല്ല തിക്കായിട്ട് രീതിയിലുള്ള ബാറ്റർ ആക്കണം. അതിനുവേണ്ടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കോളിഫ്ലവറും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം ഓയിലിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. നല്ല ഗോൾഡൻ കളറി നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ നല്ല ഗോൾഡൻ കളറി നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കോളിഫ്ലവർ പക്കോട റെഡിയാണ്. ഇതിന് നല്ല സ്വീറ്റ് ചില്ലി സോസ് ഇതിൻ്റെ ഡിപ്പായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്ലേറ്റിലേക്ക് സോസും കോളിഫ്ലവറും കൂടെ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാധനം റെഡിയാണ്. ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ആണ്.